ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് പുറത്തു വന്ന കേസ് ദിലീപിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയിരിക്കുന്നത്. കാരണം എനിക്ക് നേരത്തെ തൊട്ട് അറിയാമായിരുന്നു ദിലീപ് ഒരു നല്ല ഒരു നടനാണ്. അങ്ങനെ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്ന് ദിലീപ് കേസ് അനുകൂലമായിട്ട് വിധിച്ച് പുറത്തു വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റ് ആരെക്കാട്ടിലും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ദിലീപിൻ ഇന്ന് സത്യം ജയിച്ചിരിക്കുകയാണ്. കാരണം സത്യം എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ദിലീപിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഇന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിലീപിന് നീതി ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ 3.5 കോടി ജനങ്ങളിൽ എല്ലാ ആൾക്കാരും ദിലീപിൻ്റെ ഫാൻസായിട്ടും അതുപോലെ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ദിലീപ് ജനപ്രിയ നായകനെന്നാണെന്ന് അറിയപ്പെട്ടിരുന്നത്. ആ ജനപ്രിയ നായകൻ ഒരു വീഴ്ച വന്നപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ തള്ളി താഴെയിടാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് പേര് മാത്രമേ ദിലീപിന് അനുകൂലമായിട്ട് നിൽക്കുകയും ദിലീപിനെ സ്നേഹിക്കുന്ന അത്രയ്ക്ക് അടുപ്പമുള്ള ആൾക്കാർ മാത്രമാണത് ദിലീപിനെതിരായിട്ടുള്ള വാദമാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ നമുക്ക് എത്ര ഒരു നല്ലൊരാളാണെങ്കിൽ പോലും മോശക്കാരനാക്കാനും കുറ്റം പറയാനും ആൾക്കെതിരായിട്ട് തെളിവുകൾ നിരത്തി കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാനൊക്കെ ആർക്കും പറ്റും. പക്ഷേ സത്യത്തിന് മാത്രമേ എപ്പോഴും ദൂരം കൂടുതലാണേലും ആ സത്യത്തിന് മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. സത്യം എപ്പോഴും സൂര്യപ്രകാശം പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സത്യത്തെ ആർക്കും മറച്ചു വെക്കാൻ പറ്റത്തില്ല. സൂര്യൻ്റെ കിരണങ്ങളെ ആർക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? കാർമേഘം അല്പസമയത്തേക്ക് അതിനെ മറച്ചു വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് തെളിഞ്ഞ് ആകാശത്ത് നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറയും പോലെയാണ് സത്യം. സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ എല്ലാ ദിലീപിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, ദിലീപിനെ വിശ്വസിച്ചിരുന്ന ആൾക്കാർ, ദിലീപിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമ കണ്ട് ദിലീപിൻ്റെ ഫാൻസായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ദിലീപിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണെന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ദിലീപ് കേസ് ജയിച്ചതോടെ ദിലീപിനെ സ്നേഹിച്ചിരുന്ന, ദിലീപിനെ കൂടുതലായിട്ട് അറിയുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിജയമാണ്. അതിൽ ഞാനും ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. കാരണം ദിലീപ് അത്രയ്ക്ക് നല്ലൊരു നടനാണ്. ദിലീപ് ജനപ്രിയ നായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം ഈ മലയാള സിനിമയിൽ ഏറ്റവും വലുതായിരുന്നു. അദ്ദേഹത്തിനൊരു വീഴ്ച വന്നപ്പോൾ അദ്ദേഹത്തെ തള്ളിയിടാനും കുറ്റം പറയാനും കുറ്റങ്ങൾ കണ്ടെത്തി അത് സമർപ്പിക്കാനൊക്കെ വേണ്ടി പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ വ്യക്തിഹത്യ നടത്തുകയും ഒരാൾക്ക് എതിരായി ഒരു കൂട്ടം ആൾക്കാർ എതിരെ വന്ന് നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ഇതായിരുന്നു ദിലീപിനെതിരെ സംഭവിച്ചത്. പക്ഷേ ദിലീപ് അങ്ങനെ ഒരു വ്യക്തിയല്ല. ദിലീപ് ഒരു നല്ലൊരു മനുഷ്യനാണ്. ദിലീപിൻ്റെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ദിലീപിൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ദിലീപ് ഇങ്ങനൊരു കാര്യം ചെയ്യത്തില്ല, ദിലീപ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ദിലീപിൻ്റെ ഒരു ഫാനാണ്. ദിലീപിൻ്റെ സിനിമ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാനത് കാണാറൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസമായിരുന്നു ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. എന്താണേലും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയം ദിലീപിൻ്റെ മാത്രമല്ല, ദിലീപിനെ സ്നേഹിക്കുന്ന ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന ഫാൻസിൻ്റെ മറ്റ് അടുത്ത ആൾക്കാർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനും നമ്മുടെ ചാനലിൽ ദിലീപിനെ കുറിച്ച് 2 വാക്ക് പറയാനും വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കാണെങ്കിലും ഇതൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആളെ തള്ളിയിടാനല്ല നോക്കേണ്ടത്, പകരം ആളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനാണ് നോക്കണം. അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് നാളെ ഒരു മോശം അവസ്ഥ വരുമ്പോൾ മറ്റാരെങ്കിലും നമ്മളെ സഹായിക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഒരാൾ കുറ്റം ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തിയ ആളുടെ പിന്നാലെ നടന്നുകൊണ്ട് ആൾ മോശക്കാരനാക്കി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി വളരെ തെറ്റായിട്ടുള്ളതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പം ഞാൻ പറയുന്ന കേട്ടിട്ട് ഇത് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ കാണും, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് ആയതുകൊണ്ടാണ് ഇത്രയും വാക്കുകളിലൂടെ പറയുന്നത്. എനിക്ക് ഇതിൽ ദിലീപിൻ്റെ ഭാഗത്താണ് ന്യായമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം, ചിലപ്പോൾ ശരിയായിട്ട് തോന്നാം, അത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാവരും നോക്കുന്നത് അവരവരുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. പക്ഷേ എപ്പോഴും സത്യത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കാനും നോക്കിക്കാണാനും വേണ്ടി ശ്രമിക്കണം. അതിൽ മാത്രമേ നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ ഒരു നേട്ടം
ലഭിക്കത്തുള്ളൂ. ഇപ്പം തെറ്റാണേലും ശരിയാണേലും അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരാൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും എടുത്തു ചാടി ആരും പെട്ടെന്ന് വികാരം കൊള്ളുകയോ രോഷം ഉലരാവുകയോ ഒക്കെ ചെയ്തുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരിക്കലും ഒരു നിലപാടുണ്ടാകത്തില്ല. ആ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റാകാൻ ശരിയാകാം, എന്നാലും അത് സത്യത്തിന് മാത്രമേ എപ്പോഴും വിജയിക്കാനും മുമ്പോട്ട് കുതിച്ചുയരാനും പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് എങ്ങനെ വേണേലും പറയാം. അത് ഓരോരുത്തരുടെ വാക്കിൽ കാഴ്ചപ്പാടിലൊക്കെ തോന്നുന്ന ഒരു ആവേശത്തിൻ്റെ പുറത്തൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷെ അതിലൊക്കെ എന്താണ് അർത്ഥമെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് പറയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കാരണം ഒരു ജനപ്രിയ നായകനായിരുന്നു ദിലീപ്. ദിലീപിൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, അത് മനസ്സിലാക്കാതെ പലരും പല രീതിയിലും പറഞ്ഞ് അത് തെറ്റാണെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപിൻ്റെ ഒരു വിജയമാണെങ്കിലും ഇതിലെ ദിലീപിൻ്റെ ഫാൻസ് എല്ലാവർക്കും വളരെ സന്തോഷം, ദിലീപിന് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വിജയം കൂടെയാണ് ഇന്ന് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഒരു ഇതാണ്, ഒരു വിജയം കൂടിയാണ്. ഇന്ന് ദിലീപ് കേസ് വിജയിച്ചതോടെ എല്ലാവർക്കും അതൊരു സന്തോഷം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ചാച്ചാ.